നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേരളത്തിന് ആശ്വാസം. ഡാമിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലെടുത്തത് സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണി എന്ന ശക്തമായ നിലപാട്. ഇടുക്കി ചെറുതോണി ഡാമുകളിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സന്ദർശനം നടത്തി. വൈദ്യുതി വകുപ്പിന്റെ പദ്ധതികൾക്ക് പലപ്പോഴും തടസ്സമാകുന്നത് അനാവശ്യ പരിസ്ഥിതി വാദങ്ങളെന്ന് മന്ത്രി. പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണമെന്നും ആവശ്യം. മൂന്നാറിൽ കോളേജ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മൂന്നാറിനെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനൊപ്പം പ്രളയത്തിൽ തകർന്ന സർക്കാർ ആർട്സ് കോളേജ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി. മലയാളി ചിരി ക്ലബിന്റെ ആശയമായ കുഴൽക്കിണർ റീചാർജിംഗ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഭൂജല വകുപ്പിന്റെ വിദഗ്ധ സംഘം പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും. പദ്ധതിയുടെ ഏകോപനത്തിനായി ഭൂജല വകുപ്പ് ഡയറക്ടർ, ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നിവരെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേരളത്തിന് ആശ്വാസം. ഡാമിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണി എന്ന ശക്തമായ നിലപാടാണ് കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലെടുത്തത്. അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും കേരളം വ്യക്തമാക്കി. കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന വിശദമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന 12 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ തീരുമാനമെടുത്തു. സുപ്രീംകോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി 2011 ഇതിനു മുമ്പ് ഇങ്ങനെയൊരു വിശദ പരിശോധന നടത്തിയത്. സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ പരിശോധിക്കും. 10 വർഷത്തിലൊരിക്കൽ രാജ്യത്തെ പ്രധാന ഡാമുകളിൽ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്നാണ് കേന്ദ്ര ജല കമ്മീഷന്റെ സുരക്ഷാ പുസ്തകത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. 2011 മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അവസാനമായി സമഗ്ര സുരക്ഷാ പരിശോധന നടന്നത്. അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്ക് സുപ്രീംകോടതി തമിഴ്നാടിന് 2014 നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് മേൽനോട്ട സമിതിയുടെ അംഗീകാരത്തോടെ അറ്റകുറ്റപ്പണിക്കായി തമിഴ്നാട് നീക്കം നടത്തിയത്. അതേസമയം കേരളത്തിന്റെ ആശങ്കകൾ കണക്കിലെടുത്ത് അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന ആവശ്യമാണെന്ന് ഡോക്ടർ ജോ ജോസഫ് നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ 2022 ഫെബ്രുവരിയിൽ സുപ്രീംകോടതി വിധിച്ചിരുന്നു. എന്നാൽ അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടക്കട്ടെ, അതിനുശേഷം സമഗ്ര സുരക്ഷാ പരിശോധന എന്നതായിരുന്നു തമിഴ്നാട് നിലപാട്. വൈദ്യുതി വകുപ്പിന്റെ പദ്ധതികൾക്ക് പലപ്പോഴും തടസ്സമാകുന്നത് അനാവശ്യ പരിസ്ഥിതി വാദങ്ങളാണെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇടുക്കി ചെറുതോണി ഡാമുകളിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണം. ജില്ലയിൽ പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ വിലയിരുത്തുവാനും പരിശോധിക്കുവാനും വേണ്ടിയാണ് സന്ദർശനം നടത്തിയത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ചെറിയ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു. ഒരു പ്രോജക്റ്റും തുടങ്ങാൻ നിങ്ങൾ തന്നെ സമ്മതിക്കില്ല. അപ്പോൾ കാക്ക അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് മാറാൻ വഴിയില്ല എന്ന് പറഞ്ഞതിന് വിവാദം ഉണ്ടാക്കി പരിസ്ഥിതിക്ക് കോട്ടമാണെന്ന് പറഞ്ഞ് എല്ലാ ഡാമുകളും തടയുകയാണ്. അപ്പോൾ അതൊന്നും മാറണ്ടേ നമ്മൾ. ഇപ്പോൾ നമ്മൾ എത്ര വലിയ വില കൊടുത്തിട്ട് 15 ഉറുപ്പിക കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഇവിടെ ചുരുങ്ങിയ ചിലവിൽ ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ ഇവിടെ വ്യവസായങ്ങളൊക്കെ വരുള്ളൂ. അതാണ് സ്കീം. 15 പൈസ ശരിക്കും 15 പൈസ തൊട്ട് 55 പൈസ വരെ വരുള്ളൂ ഇടുക്കിയിലെ ഡാം ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ. അത് 15 ഉറുപ്പിക കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു സ്വഭാവം അപ്പോൾ നമുക്ക് സാധ്യതയാണ്. അതേപോലെ നമ്മുടെ വർക്കുകളൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ ഒരുപാട് കാലമായി ഇങ്ങനെ വൈകി പോവുകയാണ്. പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് ലാഭകരമല്ല. ചെറുകിട പദ്ധതികൾ പലതും കാലതാമസം കൂടാതെ പൂർത്തിയാക്കി വരികയാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. മൂന്നാറിനെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. മൂന്നാറിൽ കോളേജ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രളയത്തിൽ തകർന്ന സർക്കാർ ആർട്സ് കോളേജ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
2018 പ്രളയത്തിലാണ് കോളേജ് ഇരുന്ന പ്രദേശവും അക്കാദമിക് ബ്ലോക്കും പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ഇടിഞ്ഞുപോയത്. ഇപ്പോൾ കോളേജ് പ്രവർത്തിക്കുന്ന DTPC ബജറ്റ് ഹോട്ടൽ കെട്ടിടവും സമീപത്തെ ഭൂമിയും മൂന്നാർ കോളേജിനായി ഏറ്റെടുക്കുകയും ഇതിന് പകരമായി ഉരുൾപൊട്ടലിൽ തകർന്ന പഴയ മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ ഭൂമി DTPC ഏറ്റെടുക്കുകയും ചെയ്യും. ഇതോടൊപ്പം മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഭൂമിയും താൽക്കാലികമായി മൂന്നാർ കോളേജ് ഏറ്റെടുക്കും. നിലവിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്ന കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്നും മാറ്റി ഇപ്പോൾ മൂന്നാർ കോളേജ് പ്രവർത്തിക്കുന്ന DTPCയുടെ ബജറ്റ് ഹോട്ടലിന് സമീപം മോഡുലാർ ബിൽഡിംഗ് ഒരുക്കി താൽക്കാലിക സംവിധാനം തയ്യാറാക്കും. ഇതോടെ മൂന്നാർ കോളേജിലെ പ്രവർത്തനം വർഷങ്ങൾക്ക് ശേഷം ഒരിടത്താകും. 10 ഏക്കർ ഭൂമിയെങ്കിലും ഒരുക്കിയാലേ റൂസ മോഡൽ കോളേജായി മൂന്നാർ കോളേജിനെ മാറ്റാൻ കഴിയൂ. നിലവിൽ 69 ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 190 വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠനം നടത്തുന്നത്. നിലവിലെ BA തമിഴ്, BA എക്കണോമിക്സ്, BCom, BSc ഗണിതം, MA തമിഴ്, MA എക്കണോമിക്സ്, MCom തുടങ്ങിയ കോഴ്സുകൾക്ക് പുറമെ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള കോഴ്സും ടൂറിസം, ഫുഡ് ടെക്നോളജി തുടങ്ങിയ പുതിയ കോഴ്സുകളും മൂന്നാർ കോളേജിൽ ആരംഭിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുക്കുന്നതായി മന്ത്രി പറഞ്ഞു. അപ്പോൾ കോളേജിന് വേണ്ടി പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണിയുന്നതിന് സ്ഥലം ആവശ്യമുണ്ട്. DTPCയുടെ ഈ ഭൂമി അതിനെ ഉപയുക്തമാക്കാമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ കോളേജിന് വേണ്ടി ഉണ്ടായിരുന്ന ഭൂമി അതിലുള്ള ഉദ്ഘാടനം ചെയ്യാനിരുന്ന പുതിയ കെട്ടിടം ഉൾപ്പെടെ അവിടെയുണ്ട്. അത് DTPCക്ക് നൽകി അതിന് പകരമായിട്ട് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരു അക്കാഡമിക് ബ്ലോക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു അക്കാഡമിക് ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആലോചനയാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്ന ഒരു ഭൂമി കൂടിയുണ്ട്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റവന്യൂ ലാൻഡുമുണ്ട്. അപ്പോൾ ഒരു മോഡൽ കോളേജാക്കി ഇതിനെ ഉയർത്തുന്നതിനുള്ള റൂസ പ്രപ്പോസലും നേരത്തെ നിലവിലുണ്ട്. അതുകൊണ്ട് ആ സ്ഥലങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാമെന്ന് കരുതുകയാണ്. ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ, ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, സബ് കളക്ടർ VM ജയകൃഷ്ണൻ, കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ സുധീർ K, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മനീഷ് NA, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KT വന്ദന, DTPC സെക്രട്ടറി ജിതേഷ് ജോസ്, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോജു, ദേവികുളം തഹസിൽദാർ സജീവ് R. നായർ, മൂന്നാർ വില്ലേജ് ഓഫീസർ സെൽവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മലയാളി ചിരി ക്ലബിന്റെ ആശയമായ കുഴൽക്കിണർ റീചാർജിംഗ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഭൂജല വകുപ്പിന്റെ വിദഗ്ധ സംഘം പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും. പദ്ധതിയുടെ ഏകോപനത്തിനായി ഭൂജല വകുപ്പ് ഡയറക്ടർ, ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നിവരെ മന്ത്രി ചുമതലപ്പെടുത്തി. കട്ടപ്പനയിൽ നിലവിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള സ്ഥലം ഈ മാസം വിദഗ്ധ സംഘം ക്ലബ് ഭാരവാഹികൾക്കൊപ്പം സന്ദർശിച്ച് വിശദമായ പഠനം നടത്തും. തുടർന്ന് സർക്കാരിന് നൽകുന്ന റിപ്പോർട്ടും പരിശോധിക്കും. സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പദ്ധതി അനിവാര്യമാണ്. ശാസ്ത്രീയമായ പഠനം നടത്തി അടിയന്തരമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പൈലറ്റ് പ്രൊജക്ട് എന്ന നിലയിൽ ഇടുക്കി ജില്ലയിൽ ആദ്യം നടപ്പാക്കും. തുടർന്ന് പാലക്കാട്, വയനാട്, മലപ്പുറം, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. മറ്റു ജില്ലകളിൽ അടിയന്തര പ്രാധാന്യമുള്ള മേഖലകളിലും പദ്ധതി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കും. ഇക്കാര്യത്തിൽ പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബോധവൽക്കരിക്കേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ആശയം തന്നെയാണ് ഒരുപക്ഷെ കട്ടപ്പനയിൽ വെച്ച് മലയാളി ചിരി ക്ലബ് ഭാരവാഹികളുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ചയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ ലഭ്യമായ വെള്ളം കഴിയുന്നത്ര റീചാർജ് സിസ്റ്റത്തിലൂടെ നിലനിർത്താൻ സാധിച്ചാൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ കഴിയും എന്ന ശാസ്ത്രീയമായും അല്ലാതെയും അവർ നടത്തിയ പഠനവും അതോടൊപ്പം അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ ആ മീറ്റിംഗിൽ പങ്കെടുത്ത സന്ദർഭത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ഇതിൻ്റെ ഭാഗമാകാം, ഇതൊരു പക്ഷേ കേരളത്തിലൊട്ടാകെ വലിയ മാറ്റങ്ങൾക്ക് ഇടം കൊടുക്കാൻ കഴിയുന്നൊരു പദ്ധതിയാണെന്ന് കണ്ടുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാമെന്ന് കട്ടപ്പന ലയൺസ് കോളേജിൽ കൂടിയ ഒരു യോഗത്തിൽ വെച്ച് ഞാൻ സമ്മതിക്കുകയുണ്ടായി. ഇന്ന് ചിരി ക്ലബിൻ്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട ശ്രീ ജോർജി മാത്യുവും ശ്രീ സിബി കൊല്ലംകുടിയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രീ സണ്ണി സ്റ്റോറിലും ശ്രീ അനീഷ് തോണക്കര, മനോജ് PG ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്ത് വന്നു. ഞങ്ങളിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ട് വാട്ടർ ഡയറക്ടർ ധർമ്മശ്രീ IAS, അതോടൊപ്പം തന്നെ ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനി ഫ്രാൻസിസ് IAS ഉൾപ്പെടെ
അവരുടെ നേതൃത്വത്തിന് കീഴിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടത്തിയുണ്ടായി. അപ്പോൾ കേരളത്തിലെ ക്രിട്ടിക്കൽ സെമി ക്രിട്ടിക്കൽ ഏരിയ അവിടെയാണ് ഭൂജല സംശ്ലേഷണത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടി വരുന്നത്. ആ മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇതിനെ ശാസ്ത്രീയമായി വിലയിരുത്തുവാനും പഠിക്കുവാനും കഴിയത്തക്ക ഒരു സ്ഥിതി രൂപപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസേഴ്സ് കട്ടപ്പനയിൽ താമസിയാതെ എത്തിച്ചേരും. ചിരിക്ലബ് ഭാരവാഹികളോടൊപ്പം അവർ അവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച് നടപ്പിലാക്കിയ പദ്ധതിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം ഗവൺമെൻറ് തലത്തിൽ നൽകുന്ന റിപ്പോർട്ട് പരിശോധിക്കും. എന്താണെങ്കിലും ശരി, കേരളത്തിൽ ഇത്തരത്തിലുള്ള റീചാർജ് ആവശ്യമാണ് എന്നതിനകത്ത് യാതൊരു സംശയമില്ല. ശാസ്ത്രീയമായ പഠനത്തിൻ്റെയും പ്രായോഗികമായ ഇടപെടലിൻ്റെയും അടിസ്ഥാനത്തിൽ ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ ഇത് ഇടുക്കി ജില്ലയിൽ പ്രാരംഭം കുറിക്കാം. എന്നാൽ അതോടൊപ്പം പാലക്കാട്, മലപ്പുറം, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും മറ്റ് ജില്ലകളിൽ ആവശ്യമെന്ന് കാണുന്ന പ്രദേശങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടിയും സ്വീകരിക്കും. ഇതിൻ്റെ ഭാഗമായി അവയർനെസ് പ്രോഗ്രാം നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ കുട്ടികളെയും നാട്ടുകാരെയും എല്ലാം ഇത് ബോധ്യപ്പെടുത്തണം. വരും വർഷങ്ങളിൽ ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരുന്നൊരു സ്ഥിതിയാണ് പൊതുവെ കാണുന്നത്. ഇപ്പോൾ ഭൂഗർഭജലം കുറയുന്ന സ്ഥിതിവിശേഷം കഴിഞ്ഞ 10-25 വർഷങ്ങൾ പിന്നിലേക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിൽ ജലലഭ്യതയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ രൂപപ്പെടുത്താൻ ജനങ്ങളെ സജ്ജരാക്കുക, അതിന് അവയർനെസ് പ്രോഗ്രാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ കേരളം ഒട്ടാകെ നടത്തുന്നതിനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായി കൈക്കൊള്ളും. അങ്ങനെ കട്ടപ്പനയിൽ വെച്ച് തന്നെ ഇതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഈ മാസത്തിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കട്ടപ്പനയിലെത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ ഉടനെ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് കൂടിയാലോചന നടത്തി ഈ റീചാർജ് ചെയ്യുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വിഹിതവും കൂടി വ്യക്തികളാണെങ്കിലും അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിലും ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ചിലവാകുന്ന തുകയുടെ 50% ഗവൺമെൻറ് സബ്സിഡി കൊടുക്കത്തക്ക തലത്തിൽ വ്യാപകമായി കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയും ഇതൊരു മെസ്സേജായി സ്വീകരിച്ച് വരും കാലങ്ങളിൽ ഓരോ കുടുംബവും സ്വയം പര്യാപ്തത ആർജിക്കുന്ന തലത്തിലേക്ക് കിണർ റീചാർജ് ആകാം, കുഴൽക്കിണറാകാം, ഏത് വിധത്തിലും ഭൂമിയിൽ ജലം സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള തത്വത്തിൽ ഒരു തീരുമാനം ഇന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന നിലയിൽ ഭൂജല വകുപ്പ് ഡയറക്ടറും അതോടൊപ്പം ജലനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ടെക്നിക്കൽ കട്ടപ്പനയിൽ താമസിയാതെ വന്ന് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കും. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കേരളത്തിൽ ആരംഭിക്കുന്ന ഒരു പുതിയ മാറ്റത്തിനിടം കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിയായി ഭാവിയിൽ മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ചിരി ക്ലബ്ബ് ഭാരവാഹികളോട് വളരെയേറെ നന്ദിയുണ്ട്. ഒരു പുതിയ ആശയം, ഒരു പക്ഷേ റീചാർജ് ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം നടത്തുന്നുണ്ട്, ഭൂജല വകുപ്പ് നടത്തുന്നുണ്ട്, ജലനിധി നടത്തുന്നുണ്ട്. എങ്കിലും സാമൂഹികമായ ഇടപെടലും കൂടി ഇതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രീതി അവലംബിക്കാൻ ഇടയായത് ഇവർ നൽകിയ നിർദ്ദേശമാണ്. ആ നല്ല മെസ്സേജ് ഇന്ന് സമൂഹത്തിനൊട്ടായി കൊടുക്കാൻ കഴിയുന്നു. അതിനുവേണ്ടിയുള്ള നല്ല ഒരു മീറ്റിംഗ് ആണെന്ന് ഇവിടെ നടന്നിട്ടുള്ളത്. തുടർ നടപടികൾ നേരത്തെ തന്നെ മോണിറ്റർ ചെയ്ത് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. സംസ്ഥാനത്തെ ക്രിട്ടിക്കൽ, സെമി ക്രിട്ടിക്കൽ മേഖലകളിൽ ഭൂജല സംരക്ഷണം അനിവാര്യമാണ്. എല്ലായിടത്തും ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരുന്ന സ്ഥിതിയാണുള്ളത്. ജലലഭ്യതയ്ക്ക് ആവശ്യമായ സാഹചര്യം രൂപപ്പെടുത്താൻ ജനങ്ങളെ സജ്ജരാക്കേണ്ടതുണ്ട്. ഇതിനായി സംസ്ഥാനത്തുടനീളം വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണം നടത്താൻ നടപടി സ്വീകരിക്കും. വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി സർക്കാരിനെ ബോധ്യപ്പെടുത്തും. ചെലവാകുന്ന തുകയുടെ 50% സർക്കാർ സബ്സിഡിയായി നൽകുന്ന വിധത്തിൽ പദ്ധതി സംസ്ഥാനത്തുടനീളം നടപ്പാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മലയാളി ചിരി ക്ലബ്ബ് വിഭാവനം ചെയ്ത കിണർ റീചാർജിങ്ങിലൂടെ ലഭ്യമായ വെള്ളം കഴിയുന്നത്ര നിലനിർത്താൻ കഴിഞ്ഞാൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു. ചർച്ചയിൽ പദ്ധതിയുടെ വിശദാംശങ്ങളും നടത്തിപ്പും സംബന്ധിച്ച് ക്ലബ്ബ് ഭാരവാഹികൾ വിശദീകരിച്ചു. ഈ സാഹചര്യത്തിലാണ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച് മന്ത്രി മുന്നോട്ട് വന്നത്. ഭൂജല വകുപ്പ് ഡയറക്ടർ ഡി ധർമ്മശ്രീ, ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനു ഫ്രാൻസിസ്, ചിരി ക്ലബ്ബ് രക്ഷാധികാരി ജോർജി മാത്യു, പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അനീഷ് തോണക്കര, മനോജ് PG, റിവൈറ്റ് ഹൈഡ്രോ സിസ്റ്റംസ് ഡയറക്ടർ സിബി കൊല്ലംകുടി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ഇടുക്കി DCCയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ADGPക്കെതിരായ PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതിഷേധം. പോലീസിൽ ക്രിമിനലുകൾ നിറഞ്ഞതായും ADGP MR അജിത് കുമാറിനെ പുറത്താക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തട്ടിപ്പും വെട്ടിപ്പും നടത്തി കൊള്ള സംഘമായി മാറിയ
കേരള പോലീസിന്റെ ധാർമ്മിക തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ചുക്കാൻ പിടിച്ച മേധാവികളെ കൊണ്ട് നടത്തുന്ന അഴിമതി കേരള ജനത എക്കാലവും വച്ചുപൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും കർഷകരെയും ജില്ലാ വിഭാഗം ജനങ്ങളെയും പോലീസ് കൊണ്ട് അടിച്ചമർത്തുകയാണ്. ശ്രീമോനെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വളരാൻ അനുവദിക്കുന്ന ഒരു ഭരണകൂടം താഴെയുള്ള ജനങ്ങളുടെ പറ്റി യാതൊരു മതിപ്പുമില്ല. ഇതുപോലെ ഒരു മാറിയ ഭരണകൂടത്തിന് തലപ്പത്തിരുന്നുകൊണ്ട് സഖാവ് പിണറായി വിജയൻ ആഗ്രഹമുണ്ട്. ജ്യോതിബാസു ബംഗാളിൽ 34 വർഷം ഭരിച്ച സന്ദർഭത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുടിചൂടാൻ മന്നനായിരുന്നു. ഇന്ന് അവിടെ നന്ദിഗ്രാമിന്റെയും മറ്റു കേന്ദ്രങ്ങളിലുള്ള സ്ഥലഭൂമികളും ഇടപ്രഭുക്കന്മാർ ലോക്കൽ സെക്രട്ടറിമാർ ഇടപ്രഭുക്കന്മാരായി മാറിയപ്പോൾ പശ്ചിമ ബംഗാൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോടുകഴിഞ്ഞ കൂടാരമായി മാറി. നവൻ ചക്രവർത്തിയെ പോലുള്ള ബഹുമാന്യ നേതാക്കന്മാർ മുഖ്യമന്ത്രിയായി ത്രിപുര പ്രദേശം ഞാൻ സൂചിപ്പിച്ച ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും ഇടപ്രഭുക്കന്മാരായി അവിടെ മാറിയപ്പോഴും അതും കൂടുകഴിഞ്ഞ കൂടാരമായി മാറി. ഇവിടെ പിണറായി വിജയന്റെ ആഗ്രഹം താനായിരിക്കുന്ന കേരളത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നാണ്. സഖാവ് കെ നയനാരെ പോലുള്ള EMS നമ്പൂതിരിപ്പാടിലുള്ള അച്യുത മേനോനെ പോലുള്ള കേരളം സ്നേഹിക്കുകയും കേരളം ബഹുമാനിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടിയെ പോലുള്ള മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും കെ കരുണാകരനെ പോലുള്ള മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും കണ്ട സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് DCCയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തൊടുപുഴയിൽ പ്രകടനം സംഘടിപ്പിച്ചത്. യോഗത്തിൽ KPCC മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ്, നേതാക്കളായ നിഷ സോമൻ, ഷിബിലി സാഹിബ്, NI ബെന്നി, VE താജുദ്ദീൻ, ജോസ് അഗസ്റ്റിൻ, TJ പീറ്റർ, ജാഫർ ഖാൻ മുഹമ്മദ്, മനോജ് കോക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാറിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം പാമ്പുകടിയേറ്റതാണെന്ന് പ്രാഥമിക നിഗമനം. വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് സ്വദേശി സൂര്യയാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ആദ്യ പരിശോധനയിലാണ് തേനി മെഡിക്കൽ കോളേജ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി സൂര്യയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച സൂര്യ സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ വീണ് കാലിന് പരിക്കേറ്റിരുന്നു. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ കുട്ടി സ്കൂളിൽ എത്തിയിരുന്നില്ല. പിന്നീട് സൂര്യയുടെ ഇടത് കാലിന് നീര് വയ്ക്കുകയും ശരീരമാസകലം വ്യാപിക്കുകയും ചെയ്തു. ഇതോടെ ഞായറാഴ്ച വണ്ടിപ്പെരിയാറിലെ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് അവിടെ നിന്നും കുട്ടിയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കളിക്കുന്നതിനിടയിൽ വീണുണ്ടായ പരിക്കിൽ നിന്നും മരണം സംഭവിച്ചതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ തേനി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യ പരിശോധനയിലാണ് വിഷബാധയേറ്റാണ് മരണം സംഭവിച്ചതെന്ന് ആശുപത്രി അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത്. കടുത്ത വിഷമില്ലാത്ത പാമ്പ് കടിച്ചതാകാമെന്നും ഇത് ശ്രദ്ധിക്കാതെ ഇരുന്നതിനാൽ വിഷം ശരീരം മൊത്തം വ്യാപിച്ചതാണ് മരണകാരണമെന്നുമാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം വണ്ടിപ്പെരിയാർ പശുമലയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് പശുമല പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു. വണ്ടിപ്പെരിയാറിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ വയോധിക മരിച്ചു. വണ്ടിപ്പെരിയാർ വാളാടി സ്വദേശി അസിയമ്മയാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് വാളാടിയിൽ വെച്ച് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ അസിയമ്മയെ പച്ചക്കറിയുമായി തിരുവനന്തപുരത്തേക്ക് പോയ പിക്കപ്പ് വാൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചുരക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ തലയ്ക്കും ചങ്കിനും ഗുരുതര പരിക്കേറ്റതിനാൽ അസിയമ്മയെ വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിലും അവിടെ നിന്ന് മധുരൈ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എന്നാൽ വെളുപ്പിന് മരണം സംഭവിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെതിരെ LDF അംഗങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ. സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതുകൊണ്ട് മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ ഇഴയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായാണ് LDFന്റെ ആരോപണം. കൂടാതെ വാർഡ് തലത്തിലും പൊതുവായ ഫണ്ടുകളുടെ വിനിയോഗത്തിലും പിഴവ് സംഭവിച്ചതുമൂലം പഞ്ചായത്തിന് 2 കോടി രൂപയോളം നഷ്ടമുണ്ടായതായും LDF അംഗങ്ങൾ ആരോപിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതുകൊണ്ട് മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ ഇഴയുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ പറഞ്ഞു. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരന്മാരും വാർത്താസമ്മേളനം നടത്തിയിരുന്നു LDF മെമ്പർമാരെ. അതിനകത്ത് 2023-24 സാമ്പത്തിക വർഷം 2 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാണ്. എന്നാൽ നമ്മൾ പ്രിയപ്പെട്ട മാധ്യമ ചാനലിൽ ഞാൻ പേപ്പർ രേഖകൾ സമർപ്പിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 4,19 ലക്ഷം രൂപ അനുവദിച്ചതിന് ശേഷം ഏതാണ്ട് 52 പഞ്ചായത്തിൽ 21 പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് വന്നു.
ഒരു അറിയിപ്പ് കിട്ടുന്നതോടൊപ്പം 21 പഞ്ചായത്തുകളും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ അതിനെപ്പറ്റി അന്വേഷണം ജില്ലാ പഞ്ചായത്തിന് ഫണ്ടില്ലാത്തതുകൊണ്ട് പ്രസിഡന്റ് അസോസിയേഷൻ കൂടി തീരുമാനമെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് പുതിയ ഫണ്ട് വരുന്ന മുറയ്ക്ക് ആരംഭിക്കുക എന്ന് പറഞ്ഞു. അത് ജൂലൈ മാസം 7-ാം തീയതിയാണ് ഞാൻ പോയി സർക്കാരിനെ കണ്ടു, ഗവൺമെൻറ്റിൽ പോയി തിരുവനന്തപുരത്ത് പോയി 2 തവണ പോയി കത്തെല്ലാം കൊടുത്തു. ഒടുവിൽ നമുക്ക് അനുവദിച്ചു, 7-ാം മാസമാണ് അനുവദിച്ചു നമുക്കൊരു ഫണ്ട് ഉത്തരവ് വന്നത്. ആ ഉത്തരവിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് 2,19,00,000 രൂപ. നമ്മുടെ പഞ്ചായത്ത് സമയത്തുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും വെട്ടി കുറച്ചുകൊണ്ടാണ് വന്നത്. ആ 2,19,00,000 രൂപ വന്നപ്പം തന്നെ അതിൻ്റെ വർക്കുകൾ എസ്റ്റിമേറ്റ് എടുത്ത് വർക്കുകൾ ആരംഭിച്ചു. പക്ഷേ ഫണ്ട് സർക്കാരിനില്ലാതെ നമുക്കറിയാം, ട്രഷറിയിൽ വാനായിരുന്നുകൊണ്ട് 1,00,000 രൂപയ്ക്കുള്ള ഫണ്ട് മാറുന്നില്ലായിരുന്നു. 1 രൂപ നമ്മുടെ കേരളത്തിലുള്ള ഒരു പഞ്ചായത്തിന് അതുകൊണ്ട് മാത്രമാണ് ഫണ്ട് മാറാതിരുന്നത്. പക്ഷേ വർക്കുകൾ 1 രൂപ ലാർജായി കളഞ്ഞിട്ട് എല്ലാ വർക്കുകളും കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ 2020 ഈ സാമ്പത്തിക വർഷമാണ് ഫണ്ട് മാറിയത്. നമ്മുടെ പഞ്ചായത്തിന് ഓൺ ഫണ്ട് പോലും 1.5 കോടി രൂപ സർക്കാരിലേക്ക് എടുത്തിട്ട് മാർച്ച് 29 എടുത്തതിന് ശേഷം ഏപ്രിൽ മാസത്തിൽ ലാസ്റ്റ് മാസമാണ് വന്നത്. അങ്ങനെയാണ് ഈ ഫണ്ട് ആരംഭിച്ചത്. മാംസസ്റ്റാളിന്റെ ലേലത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കുന്നതെന്നും ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പുറ്റടിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള ശുചിമുറി കോംപ്ലക്സിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെറ്റിത്തൊഴു, ചേറ്റുകുഴി എന്നിവിടങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലൂടെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചത് UDF ഭരണസമിതിയുടെ കാലത്താണെന്നും സുരേഷ് മാനങ്കേരിൽ പറഞ്ഞു. 10 രൂപ ലാഭം കിട്ടാതെ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർമാർ ചിലപ്പം 10%, 20% കൈക്കൂലി ചിലപ്പോൾ അവർ ചെയ്തെന്ന് വരത്തില്ല. എല്ലാവരും രണ്ടെടുത്തിട്ടിട്ടുണ്ട്, വർക്കുകൾ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ വെറും അടിസ്ഥാനരഹിതമായ വ്യാജ വാർത്ത തന്നെയാണ്. പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യം പിന്നെ ഉന്നയിച്ചിരിക്കുന്ന കാര്യം ഇറച്ചിക്കട ലേലം. ഇറച്ചിക്കട ലേലം ഏറ്റവും കൂടുതൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ ലേലത്തുക പോകുന്നത് 2010-ലാണ്. അത് UDF ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചാൻസലർ പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്താണ് 27 ലക്ഷം രൂപയ്ക്ക് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഇറച്ചിക്കട പോകുന്നത്. അത് കട്ടപ്പനക്കാരൻ ഷിബു എന്ന് പറയുന്ന കട്ടപ്പന ലേലം വിളിച്ച ഒരാൾ വന്ന് വണ്ടൻമേട് പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളും ചേറ്റുവഴി, ആമയാറ്, പുറ്റേരി, കൊച്ചറ മേഖലയുള്ള എല്ലാ ഇറച്ചിക്കടകളും വൻ തുകയ്ക്കെടുത്തു. ആ തുകയ്ക്കെടുത്ത് ഇവിടുത്തെ ഇറച്ചിക്കടക്കാർക്ക് വീതിയും വെച്ച് കൊടുത്തു. പിന്നീട് അത് ഭയങ്കര നഷ്ടത്തിൽ പോയി. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച ശുചിമുറിക്കെതിരെ ഓംബുഡ്സ്മാന് പരാതി നൽകി BJP. പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ശൗചാലയം പഞ്ചായത്തിൽ എത്തുന്നവർക്ക് ഉപകാരപ്പെടാത്ത വിധം പണി കഴിപ്പിച്ചത് വിവാദമായിരുന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി പൊതു ശൗചാലയം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. എന്നാൽ ഈ ശൗചാലയം പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തവണ്ണം പഞ്ചായത്ത് ഓഫീസിനുള്ളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ ശൗചാലയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനോ ഓഫീസിന് വെളിയിൽ നിന്ന് ശൗചാലയത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയും വിധം വാതിലില്ല. ഇതോടെ പൊതുജനങ്ങൾക്ക് ശൗചാലയത്തിൽ പോകണമെങ്കിൽ ഓഫീസിനുള്ളിലൂടെ ജീവനക്കാരുടെ അനുമതി വാങ്ങി പോകേണ്ട ഗതികേടാണ്. കൂടാതെ ഓഫീസ് കെട്ടിടത്തിനുള്ളിൽ ശൗചാലയം ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് കാണും വിധം സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല. ഇതോടെ പഞ്ചായത്തിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. പൊതുജനങ്ങൾക്കായി ശൗചാലയം തുറന്നു കൊടുക്കണമെന്ന് കാണിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തും നൽകി. എന്നാൽ നടപടിയുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് BJP കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓംബുഡ്സ്മാന് പരാതി നൽകിയതെന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി ജിമ്മിച്ചൻ ഇളംതുരുത്തിയിൽ പറഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 12,95,000 രൂപ 3 ലൈഫിൻ്റെ വീട് പണിയുന്നതിന് കൊടുക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനകത്ത് പൊതു ശൗചാലയം നിർമ്മിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. നാളിതുവരെ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയോ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനോ പഞ്ചായത്ത് സെക്രട്ടറിയും ബന്ധപ്പെട്ടവരും തയ്യാറാകുന്നില്ല. ആ ശൗചാലയത്തിലേക്ക് ഒരു സൂചനാ ബോർഡ് വെക്കുകയോ അങ്ങോട്ട് പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോകാനൊരു വഴിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിനകത്ത് വ്യാപകമായ ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുള്ളതെന്ന് നിശ്ചയമായ ബോധ്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഓംബുഡ്സ്മാന് പരാതി കൊടുത്തിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ശൗചാലയം പൊതുജനങ്ങൾക്ക് തന്നെ തുറന്നു കൊടുക്കാനുള്ള നിർദ്ദേശം നൽകുക, ശൗചാലയം നിലവിലുള്ള കാര്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുക, വെളിയിൽ നിന്ന് ശൗചാലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും വിധം വാതിലുകൾ നിർമ്മിക്കുക, ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ശൗചാലയം പഞ്ചായത്ത് ജീവനക്കാർക്ക് മാത്രമായി ക്രമപ്പെടുത്തിയ സെക്രട്ടറിയുടെ നടപടിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, ഭരണസമിതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും അവഗണിച്ച സെക്രട്ടറിയിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ശൗചാലയത്തിന്റെ നിർമ്മാണത്തിന് ചെലവായ തുക ഈടാക്കി പുതിയത് നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് BJP നേതൃത്വം പരാതി നൽകിയിരിക്കുന്നത്.
ലൈഫിൽ വീട് അനുവദിച്ചെങ്കിലും റവന്യൂ വകുപ്പ് രേഖകൾ നൽകാത്തതിനാൽ വീട് നിർമ്മിക്കാൻ സാധിക്കാതെ ദുരിതമനുഭവിക്കുന്ന കട്ടപ്പന കല്യാണത്തണ്ട് സ്വദേശി ചന്ദ്രിക സുകുമാരന് കൈവശാവകാശ രേഖ ലഭിക്കാൻ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി. കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ചന്ദ്രിക സുകുമാരൻ വില്ലേജ് ഓഫീസർ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചത്. കല്യാണത്തണ്ട് സ്വദേശി ഉറുമ്പിൽ ചന്ദ്രിക സുകുമാരൻ വീട് നിർമ്മിക്കാൻ കൈവശാവകാശ രേഖയ്ക്കായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിലവിലുള്ള വീട് കാലപ്പഴക്കം മൂലം ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. മേൽക്കൂരിയിലെ ചോർച്ച കൂടുമ്പോൾ നാട്ടുകാർ വാങ്ങി നൽകുന്ന പടുത മേൽക്കൂരിയിൽ വിരിച്ചാണ് പ്രതിസന്ധിയെ താൽക്കാലികമായി നേരിടുന്നത്. കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് 60 ചന്ദ്രികയുടെ വീടിരിക്കുന്ന ഭൂമി ഉൾപ്പെട്ടിരിക്കുന്നത്. 2020 കൈവശാവകാശ രേഖ ലഭിച്ചിരുന്നുവെങ്കിലും അന്ന് നഗരസഭ നൽകിയ വീട് നിർമ്മിക്കുവാൻ സാമ്പത്തികാവസ്ഥ അനുവദിച്ചില്ല. പിന്നീട് ഇവരുടെ ദുരവസ്ഥ കണ്ട നഗരസഭ ലൈഫിൽ വീണ്ടും വീട് അനുവദിക്കുകയായിരുന്നു. നടപടിക്രമങ്ങൾ നടന്നു വരുന്നതിനിടയിൽ ഭൂമിയുടെ രേഖ വില്ലനായി. റവന്യൂ വകുപ്പിൽ ഭൂമിയുടെ രേഖയ്ക്കായി അപേക്ഷ നൽകിയെങ്കിലും വർഷങ്ങളായി നടപടി ഉണ്ടായില്ല. വീടിരിക്കുന്ന സ്ഥലം പുറമ്പോക്കാണെന്നാണ് സർക്കാർ രേഖ. പുറമ്പോക്കായതിനാൽ ഭൂമിയുടെ രേഖ നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറായില്ല. പട്ടയത്തിനായി പല പ്രാവശ്യം കളക്ടർ, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതിയും നൽകി. എന്നാൽ നടപടി ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അടക്കം ചന്ദ്രികയുടെ വീട് സന്ദർശിച്ചിരുന്നു. തുടർന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചന്ദ്രിക സുകുമാരൻ കൈവശാവകാശ രേഖയ്ക്കായി വീണ്ടും വില്ലേജ് ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചത്. ഇപ്പോൾ കൈവശ രേഖയ്ക്കുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. അവർ വില്ലേജ് ഓഫീസർ പറഞ്ഞത് നിലവിൽ സ്ഥലം വിസിറ്റ് ചെയ്ത് റിപ്പോർട്ടാക്കി തഹസിൽദാർക്ക് കൊടുക്കുകയും അവിടെ നിന്ന് ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി വെച്ച് പാസ്സാക്കി അതിനുള്ള റിപ്പോർട്ടിന് പ്രകാരം ഇവിടെ ഇതിനെ സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന് പ്രകാരം ഞങ്ങൾ അപേക്ഷ ഇവിടെ സമർപ്പിച്ചിട്ട് ഇന്ന് പോവുകയാണ്. അതിനുശേഷം ശുഭമായ ഒരു വാർത്ത ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രമ്യ ചേച്ചി കൈവശരേഖ ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ എന്തായാലും ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും അപേക്ഷ സമർപ്പിച്ചു. സ്ഥല സന്ദർശനത്തിന് ശേഷം തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി. അവിടെ നിന്നും ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയിൽ പാസാക്കി വേണം കൈവശാവകാശ രേഖ ലഭിക്കാൻ. അപേക്ഷ നൽകിയതോടെ അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വീട്ടമ്മ. നെടുങ്കണ്ടത്ത് വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. നെടുങ്കണ്ടം താന്നിമൂട് റോഡിൽ പാറയിൽ അമ്പലത്തിന് സമീപമുള്ള വ്യാപാര സ്ഥാപനത്തിലാണ് പുലർച്ചെ 5ഓടെ തീപിടുത്തം ഉണ്ടായത്. നെടുങ്കണ്ടം സ്വദേശി കടമ്പാട്ട് അബ്ദുൽ കരീമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വ്യാപാര സ്ഥാപനം. തീപിടുത്തത്തിൽ കടയിലുണ്ടായിരുന്ന 14,500 രൂപ, പാസ്പോർട്ട്, വാഹന സംബന്ധമായ രേഖകൾ, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഗ്യാസ് ബുക്ക്, ചെക്ക് ബുക്ക് എന്നിവയും പലചരക്ക് സാധനങ്ങളും ഒരു ഫ്രിഡ്ജും കത്തി നശിച്ചു. സ്ഥാപനത്തിൽ നിന്നും പുക ഉയരുന്നത് കണ്ട പ്രദേശവാസികളാണ് തന്നെ വിവരം അറിയിച്ചതെന്ന് സ്ഥാപന ഉടമ അബ്ദുൽ കരീം പറയുന്നു. 2 ലക്ഷം രൂപ മേശക്കാതിരുന്ന പാസ്പോർട്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ് നിന്ന് എടുത്ത പൈസയും പൈസ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പാസ്പോർട്ട്, അതിൻ്റെ രേഖകളും ആധാറിൻ്റെ എല്ലാം വീടിൻ്റെ സ്ഥലത്തിൻ്റെ പേപ്പറുകളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കത്തി. ഗ്യാസ് ബുക്ക് വൈകുന്നേരം ഇത് രാത്രി പോകേണ്ടതിന് ശേഷമാണ് ഇത് അറിയുന്നത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് വന്ന് തീ കെടുത്തി. തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ കെടുത്തി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വണ്ടിപ്പെരിയാർ കറുപ്പുപാലം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെസ്ക്യൂ ടീം രൂപീകരിച്ചു. കറുപ്പുപാലം ജുമാ മസ്ജിദ് ഹാളിൽ നടന്ന പരിപാടിയിൽ പീരുമേട് എം.എൽ.എ. വാഴൂർ സോമൻ റെസ്ക്യൂ ടീം രൂപീകരണം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് റെസ്ക്യൂ ടീം പ്രഖ്യാപനം നടത്തി. വർഷങ്ങൾ പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. 1961 വെള്ളപ്പൊക്കത്തോടുകൂടി മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയിൽ ആശങ്കയിലാണ് പെരിയാർ തീരദേശവാസികൾ. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായും മറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കുമായാണ് തീരദേശ മേഖലയായ വണ്ടിപ്പെരിയാർ, വള്ളക്കടവ്, കറുപ്പുപാലം കേന്ദ്രമായി കറുപ്പുപാലം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെസ്ക്യൂ ടീമിന് രൂപം നൽകിയത്. കറുപ്പുപാലം ജുമാ മസ്ജിദ് ഹാളിൽ നടന്ന റെസ്ക്യൂ ടീം രൂപീകരണ യോഗത്തിൽ ജമാഅത്ത് വൈസ് പ്രസിഡന്റ് മീരാൻകുട്ടി അധ്യക്ഷനായിരുന്നു. പീരുമേട് എം.എൽ.എ. വാഴൂർ സോമൻ റെസ്ക്യൂ ടീമിന്റെ രൂപീകരണം ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് എത്തിയിട്ടുള്ളത്. നിർലോഭം ഒരു പ്രതീക്ഷയുമില്ലാതെ വന്ന് എത്രയോ ദിവസങ്ങൾ കഷ്ടപ്പെട്ട ആളുകളെ എനിക്ക് നേരിട്ടറിയാം. ഒരു പ്രദേശത്തെ ഏതാണ്ട് 200ഓളം തൊഴിലാളികളാണ് ആ ദുരന്തത്തിൽ ഒലിച്ചു പോയത്. അവരുടെ കാര്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റെക്കോർഡില്ല. സഹോദര സംസ്ഥാന തൊഴിലാളികളാണ്. ഇവിടെയും ധാരാളം പേരിപ്പോൾ ഉണ്ട്. പക്ഷേ അവർക്ക് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേനയുള്ള രജിസ്ട്രേഷനും മറ്റ് നടപടികളും ഒക്കെ സ്വീകരിക്കാതെ തോട്ട ഉടമകൾ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചതിൻ്റെ ഫലമാണ് അവർ ആരാണ്, എന്താണ് എന്ന്
തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ഒലിച്ചുപോയി. ഇപ്പോഴും മണ്ണിനടിയിൽ എത്രയോ പേര് കിടപ്പുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സർക്കാരാവുന്ന എല്ലാവിധ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയ പരിഗണനകളൊന്നുമില്ലാതെ എല്ലാവരും ചേർന്നാണ് അതിനുവേണ്ട സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംഘടനകളും അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് റെസ്ക്യൂ ടീം പ്രഖ്യാപനം നടത്തി. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല അത്യാഹിതങ്ങളും നമ്മൾ നേരിട്ടിട്ടുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്യാഹിതമൊന്നും ആയിരിക്കത്തില്ല നമ്മൾ അഭിമുഖീകരിക്കാൻ പോകും. വെള്ളപ്പൊക്കമാണെങ്കിലും ഉരുൾപൊട്ടലാണെങ്കിലും ഇനി അതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ചോ മറ്റ് തരത്തിലുള്ള ദുരന്തങ്ങളെ സംബന്ധിച്ചോ ഒന്നും നമ്മുടെ കയ്യിലല്ല. വരുന്നിടത്ത് വെച്ച് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യത്തിൽ പരിശീലനത്തിന്റെ ഒരു പ്രസക്തി എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നേരിട്ട് അനുഭവമുള്ള ഒരാളാണ്. പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ജനപ്രതിനിധി എന്നുള്ള നിലയിലും എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മളെ എല്ലാവരും അതിന് സജ്ജരായിരിക്കുക എന്നുള്ളതാണ്. കറുപ്പുപാലം ജുമാ മസ്ജിദ് ഇമാം മുഫീദ്ദീൻ മൗലവി അൽ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി. പരിശീലകൻ ഷാജി സയ്യിദ് മുഹമ്മദ് വിഷയാവതരണം നടത്തി. തുടർന്ന് IRW ഇടുക്കി ജില്ലാ ലീഡർ ഡോക്ടർ ഹസൻ AP റെസ്ക്യൂ ടീമിനായി പരിശീലന ക്ലാസ് നയിച്ചു. 2 ദിവസങ്ങളായി സംഘടിപ്പിച്ച ക്യാമ്പിൽ റെസ്ക്യൂ ടീം അംഗങ്ങൾക്കായി പെരിയാർ നദിയിൽ രക്ഷാപരിശീലനവും ഏർപ്പെടുത്തിയിരുന്നു. ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം ഹാജി, താലൂക്ക് സെക്രട്ടറി ജാഫർ ഹാജി, സംസ്ഥാന അംഗം അബ്ദുൾ സമദ്, അഡ്വക്കേറ്റ് അജാസ് ഖാൻ, മിലാദ് കമ്മിറ്റി കൺവീനർ അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. വാനരശല്യത്തിൽ പൊറുതിമുട്ടി വണ്ടൻമേട്ടിലെ വ്യാപാരികൾ. പ്രദേശത്തിറങ്ങുന്ന വാനരക്കൂട്ടം വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വ്യാപക നാശനഷ്ടമാണ് വരുത്തുന്നത്. കൂട്ടമായി എത്തുന്ന വാനരന്മാർ വ്യാപക നാശനഷ്ടമാണ് വ്യാപാരികൾക്ക് വരുത്തുന്നത്. കണ്ടവാൻ ഏത് സമയം ഇത് തന്നെ ഉണ്ടെന്നേ. കാലത്തെ കട കുറഞ്ഞ അന്നേരം തൊട്ട് എപ്പോഴാണ് കട കുറഞ്ഞ് നോക്കി കുരങ്ങിയിരിക്കുന്നത്. സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു ധാരാളമായിട്ട്. പിന്നെ ഷെൽഫിൽ കയറി ഇവിടെ വന്ന് ഇതിനകത്ത് കയറി ഇത്രേ അകത്തുനിന്ന് റോഡിൽ നിന്ന് കണ്ടിട്ട് ഇത്രയും അകത്ത് കയറിയിരിക്കുന്നത് കട. എന്നിട്ട് ഇതിനകത്ത് കയറി ഇവിടെ വന്നിടത്തുണ്ട് ഈ ഷെൽഫിൽ നിന്ന്. കൃഷിനാശത്തിന് പുറമെ വീടുകൾക്കും കേടുപാട് വരുത്തുന്നുണ്ട്. പകലും രാത്രിയും വണ്ടൻമേട് ടൗണിലെ പഴയ കെട്ടിടങ്ങളിൽ തമ്പടിക്കുന്ന കുരങ്ങുകൾ സമീപത്തെ വീടുകളിലെത്തിയും ശല്യം സൃഷ്ടിക്കുകയാണ്. ഇവ വ്യാപാര സ്ഥാപനങ്ങളുടെ ഓടിളക്കിയും കുടിവെള്ള ടാങ്കിലേക്കുള്ള പൈപ്പുകൾ പൊട്ടിച്ചും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ശല്യം കടകളിൽ നല്ല സാധനം വന്നിട്ടുണ്ട് വീട്ടുമുറ്റത്തും പറമ്പിലും കൃഷി ചെയ്യുന്ന പച്ചക്കറികളും മറ്റും വാനരന്മാർ നശിപ്പിക്കുകയാണ്. മിഠായി തക്കാളി കത്തിരിക്കാய் பீன்ஸ் எல்லாம் பறிக்கிட்டு போவா மண்டைக்கு இருந்து அப்படியே உள்ள சாடுவா. വ്യാപാര സ്ഥാപനങ്ങളുടെ അകത്ത് കയറിയും വ്യാപക നാശനഷ്ടം ഇവ വരുത്തുന്നുണ്ട്. രാജാക്കാട് ടൗണിലെ ചെളിക്കുഴി അടക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. റോഡിൽ വാഴ നട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ കുറേ മാസങ്ങളായി രാജാക്കാട് ടൗണിന്റെ മധ്യഭാഗത്ത് ടാറിംഗ് ഇളകി മാറി കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. രാജാക്കാട് മുതൽ പൂപ്പാറ വരെ BMBC നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന റോഡിൽ രൂപപ്പെട്ട കുഴി അടയ്ക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. റോഡിലെ കുഴിയിൽ വാഴ നട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. അതായത് നമ്മുടെ പൂപ്പാറ രാജാക്കാട് റോഡിന്റെ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഒരു റോഡിൽ ഒരു കുഴി ഗർത്തം കൊണ്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലെ വാഹനങ്ങൾക്ക് പോകുവാനോ ആളുകൾക്ക് സുഖമായി യാത്ര ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ്. ഈ കുഴിയിൽ മൊത്തം വെള്ളം കെട്ടിക്കിടന്നതിന് ശേഷം ഇതിലെ വണ്ടികൾ പോകുമ്പോൾ ഇവിടെ കടക്കാർക്കും ആളുകൾക്കും ശല്യമാകുന്ന രീതിയിൽ വെള്ളം തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയുടെ
അല്ലെങ്കിൽ ഉടുമ്പൻചോലയുടെ MLA MM മണിയിലെ തേരേപാട് ഒരാഴ്ച 10 വർഷം നടക്കുമ്പോഴും ഈ കുഴി കണ്ടില്ല എന്ന് പറയുന്നത് വളരെ ചോദ്യം തന്നെയാണ്. തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന CPM ഇവിടെ ഭരിക്കുന്ന 2ാം ടേമിൽ ഭരിച്ചിട്ടും ഇവിടെ റോഡൊന്നും നന്നാക്കുവാനോ ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ തയ്യാറാകാതെ ഇത് തേരേപാട് നടക്കുന്ന MLA ഈ കാര്യത്തിൽ ഇടപെട്ട് പെട്ടെന്ന് ഈ റോഡിന് തീരുമാനമുണ്ടാക്കണം. ഇവിടുത്തെ PWക്കാരാണ് ചെയ്യേണ്ടത്. അവരിതിനെ കുറിച്ച് അന്വേഷിക്കുന്നതല്ല. ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞത് ഇവിടെ ഇതിന്റെ റോഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉദ്യോഗസ്ഥരാരുമില്ലെന്നാണ്. 1.5 മാസമായിട്ട് ഇതിന്റെ സമരപരിപാടികളുമായി ഞങ്ങൾ അവരെ ബന്ധപ്പെടുകയും ഈ റോഡിന് വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുകയും ചെയ്തിട്ട് ഇതുവരെയും PW ഉദ്യോഗസ്ഥരോ ആളുകളോ ഇതുവരെ വന്ന് നോക്കുവാനോ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാനോ തയ്യാറാകുന്നില്ല. തങ്കച്ചൻ പുളിക്കൽ, CG നന്ദകുമാർ, അനീഷ് പുത്തൻപുരയ്ക്കൽ, പാപ്പച്ചൻ ഒട്ടലാങ്കൽ, ബേസിൽ മൂലംകുഴി, ഡയോൺ പുൽപ്പറമ്പിൽ, റോബിൻ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. ഓണക്കാലത്ത് സഹപാഠികൾക്ക് വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും LED ബൾബുകളും അടങ്ങിയ സ്നേഹ കിറ്റ് നൽകുന്ന വർഷങ്ങളായുള്ള പദ്ധതി ഈ വർഷവും മുടക്കമില്ലാതെ നടത്തി കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഓരോ ക്ലാസ്സിലുമുള്ള അർഹരായ 2 കുട്ടികൾക്ക് വീതം ആകെ 16 കിറ്റുകളാണ് സമ്മാനിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളായ വസ്ത്രവ്യാപാരികളുടെയും സുമനസുകളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് പദ്ധതിക്ക് ആവശ്യമായ വസ്തുക്കൾ സമാഹരിച്ചത്. കൂടാതെ അമ്പലക്കവല പാലിയേറ്റീവ് കെയറിലേക്കും നരിയമ്പാറ സ്നേഹാശ്രമത്തിലേക്കും കിറ്റുകൾ നൽകും. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും 110 പുതുച്ചോറുകളുടെ സ്നേഹാശ്രമത്തിലേക്ക് നൽകുന്ന പദ്ധതിയും വർഷങ്ങളായി തുടർന്നു വരുന്നുണ്ട്. സ്നേഹക്കിറ്റ് വിതരണ ഉദ്ഘാടനം കട്ടപ്പന SHO TC മുരുകൻ, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോബി വെള്ളാപ്പള്ളിയിൽ, പ്രിൻസിപ്പൽ മാണി KC എന്നിവർക്ക് കൈമാറി നിർവഹിച്ചു. ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സ്നേഹക്കിറ്റായിരുന്നു. അത് ഓരോ വർഷം കഴിയും തോറും അത് കൂടുതൽ വിപുലീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളൊരു കാര്യം. അതിൻ്റെ അർത്ഥം ശ്രദ്ധയും പരിചരണവും അല്ലെങ്കിൽ നമ്മുടെ പരിരക്ഷയും സംരക്ഷണമൊക്കെ വേണ്ട ആളുകളുടെ മനസ്സിലാക്കി അവരെ സഹായിക്കേണ്ട ഒരു മനസ്സ് നമ്മുടെ കേരള സമൂഹത്തിലെ നല്ലവരായ ആളുകൾക്ക് കൂടി വരുന്നുണ്ടെന്ന് തന്നെയാണ്. കൂടാതെ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇത്തരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ മനുഷ്യ സ്നേഹം അതുപോലെ തന്നെ മറ്റുള്ള സഹജീവികളോടുള്ള അവരുടെ കടപ്പാടുകളെ കുറിച്ചൊക്കെ കൂടുതൽ ബോധവാന്മാരാകും. പ്രത്യേകിച്ചും അത് അധ്യാപകർ തന്നെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ആ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകും. പ്രിൻസിപ്പൽ മാണി KC, അധ്യാപകരായ ജോജോ J, മോളോപ്പറമ്പിൽ, ജിനു ജോസ്, PTA പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, നഗരസഭാ കൗൺസിലർ സോണിയ JB എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ജിൻഡു ജോർജ്, വോളണ്ടിയർ ലീഡർമാരായ അർജുൻ അജിത്, അൽഫോൻസ സജി എന്നിവർ നേതൃത്വം നൽകി. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനാന്തരങ്ങളിലൂടെ ജീവനക്കാർക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ G ജയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ വനപാലകരുടെ പ്രബല സംഘടനയായ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇടുക്കി, പീരുമേട്, തേക്കടി എന്നീ മേഖലകളിലൂടെ 3 ഘട്ടമായി വനാന്തരങ്ങളിലൂടെ ജീവനക്കാർക്കൊപ്പം KFPSA ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റി എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ ഡോർമിറ്ററിയിൽ നടന്ന പരിപാടി വൈൽഡ് ലൈഫ് വാർഡൻ G ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ഹൈറേഞ്ച് മേഖലാ സെക്രട്ടറി S ഹരികുമാരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിലെ ജീവനക്കാർ നേരിടുന്ന വിഷയങ്ങൾ, ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളുടെ അഭാവം, മനുഷ്യ വന്യജീവി സംഘർഷം, മുന്നറിയിപ്പില്ലാതെയും സർക്കാർ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടുമുള്ള സ്ഥലം മാറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നു. പരിപാടിയിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് J വിജയകുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി PS നവാസ്, ഉദ്യോഗസ്ഥരായ വിപിൻ ദാസ്, B പ്രസാദ് കുമാർ, ഹരികുമാരൻ നായർ, A അനിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. സേനാപതി മാർ ബേസിൽ സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തിൽ പരിശീലനം പൂർത്തീകരിച്ച NCC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. നെടുങ്കണ്ടം 33K ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ വിക്രംജിത്ത് സിംഗ് സല്യൂട്ട് സ്വീകരിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യസ്നേഹവുമുള്ള പുതുതലമുറയെ രൂപപ്പെടുത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാഷണൽ കേഡറ്റ് കോർ പദ്ധതി.
പൗരബോധവും ലക്ഷ്യബോധവുമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക, വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹവും പരിസ്ഥിതി സംരക്ഷണ ബോധവും വളർത്തുക, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടാനും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാരും സേനയും നാഷണൽ കേഡറ്റ് കോർ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പദ്ധതിയുടെ ഭാഗമായി സേനാപതി മാർബേസിൽ സ്കൂളിൽ 2023-24 ബാച്ച് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. നെടുങ്കണ്ടം 33K ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ വിക്രംജിത്ത് സിംഗ് സല്യൂട്ട് സ്വീകരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മത്തായി കുളങ്ങരക്കുടിയിലിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അധ്യാപകരായ ഡെയ്സി മാത്യു, ബിനു പോൾ, ധന്യ എസ് നായർ, NCC ഓഫീസർ KE റീജ, അധ്യാപകർ, PTA കമ്മിറ്റി അംഗങ്ങൾ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദിവസവും കാണുന്ന മുറിവാലൻ ചെരിഞ്ഞതിന്റെ സങ്കടമുണ്ടെങ്കിലും സ്ഥിരം ശല്യക്കാരനായ ഒരു ആന കൂടി ഒഴിവായതിന്റെ വലിയ ആശ്വാസത്തിലാണ് ചിന്നക്കനാലുകാർ. ചക്കക്കൊമ്പന് അഭിവാദ്യം അർപ്പിക്കാൻ പോലും നാട്ടുകാർ മടിച്ചില്ല. മുറിവാലന്റെ അതേ ഗതിയാവും വളർന്നു വരുന്ന കൊമ്പന്മാരിൽ നിന്ന് ചക്കക്കൊമ്പനും നേരിടേണ്ടി വരികയെന്ന് ചിന്നക്കനാലുകാർ ഓർമ്മിപ്പിക്കുന്നു. മതികെട്ടാൻ ചോലയിലെ ഏറ്റവും അപകടകാരിയായ അരിക്കൊമ്പനെ കാട് കടത്താൻ തീരുമാനിച്ചപ്പോൾ ചക്കക്കൊമ്പനെയും മുറിവാലനെയും റേഡിയോ കൂളർ ഘടിപ്പിച്ചു നിരീക്ഷിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. അരിക്കൊമ്പനെ മാറ്റിയെങ്കിലും മേഖലയിലെ കാട്ടാന ശല്യം ഒഴിവാക്കാനുള്ള മറ്റു നടപടികളെല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. അരിക്കൊമ്പൻ കാടിറങ്ങിയ ശേഷം 3 ജീവനുകൾ കൂടി കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞു. 25 വയസ്സുകാരനായ ചക്കക്കൊമ്പനും 40കാരനായ മുറിവാലനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും വർദ്ധിച്ചു. ഒടുവിൽ മുറിവാലന്റെ മരണത്തിലാണ് ആ കൊമ്പ് കോർക്കൽ അവസാനിച്ചത്. കഴിഞ്ഞ 23-ാം തീയതി രാത്രിയാണ് ഈ മുറിവാലൻ ആദ്യമായിട്ട് വന്ന് എന്റെ പറമ്പിലാണ് ആദ്യം വരുന്നത്. വന്നു കഴിഞ്ഞ് ഇവൻ അവിടെ നിന്ന് കുറച്ച് ഒച്ചപ്പാടൊക്കെ ആറാറ്റുകാരെ വിളിച്ചു. ആറാറ്റുകാർ വന്ന് ഞങ്ങളെല്ലാം കൂടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത പറമ്പിലേക്ക് പോയി. അവിടെ ചെന്ന് കുറെ ചക്കയും പറിച്ചു നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ആറാറ്റുകാർ ഓടിച്ചിട്ട് ആന പോയില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എവിടെ നിന്ന് വന്നറിയത്തില്ല ഈ ചക്ക വന്നു. രണ്ടുപേരും കൂടെ വന്ന് അടുത്ത് വന്ന് ഭയങ്കര അടി ഒച്ചപ്പാട് കാർച്ചും ബേളമൊക്കെ ആയിരുന്നു. ആ തല്ലും കൊണ്ട് പോയ പോക്ക് അറുപതിലേക്ക് കയറിപ്പോയി. ആ പോയ പോക്കാണ് ചെരിഞ്ഞെന്നാണ് പറയുന്നത്. വനം വകുപ്പ് നടപ്പിലാക്കേണ്ട നീതിയാണ് ചക്കക്കൊമ്പൻ നടപ്പിലാക്കിയതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. നിലവിൽ മുറിവാലനാന ചക്കക്കൊമ്പന്റെ ആക്രമണത്താൽ ചത്തുപോയി എന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ആന വളരെയധികം ശല്യം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ആനയാണെങ്കിൽ പോലും ഒരു ആക്രമണത്തിൽ സംഘം ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് അതിൽ വളരെയധികം ശല്യം കുറഞ്ഞതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാലും ചക്കക്കൊമ്പൻ വീണ്ടും ഇവിടെ ഉള്ളതിനാൽ ഞങ്ങളുടെ ഭീതി ഒഴിയുന്നില്ല. മറ്റാനകളുമായി സ്ഥിരം കൊമ്പ് കോർക്കുന്ന ചക്കക്കൊമ്പനും ഇതേ ഗതിയാവും ഉണ്ടാവുകയെന്നും നാട്ടുകാർ പറയുന്നു. വന്യജീവി നിയമം 11 നടപ്പാക്കിയ ചക്കക്കൊമ്പന് സിംഗാണ്ടംകാർ ഒരു ബിഗ് സല്യൂട്ടുണ്ട്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വനം വകുപ്പ് വൈൽഡ് ലൈഫ് വാർഡൻ നടപ്പാക്കേണ്ട നിയമം വന്യജീവി നിയമം 11A നടപ്പാക്കി മുറിവാലനെ കൊന്ന ചക്കക്കൊമ്പന് സിംഗാണ്ടംകാരുടെ വക ഒരു ബിഗ് സല്യൂട്ട്. അത് അപകടകാരിയായ ആനയാ. ഈ മുറിവാലനും അതെ, ചക്കക്കൊമ്പനും അതെ. ചക്കക്കൊമ്പന് പുറകെ വരുന്നുണ്ട്. ഇനി വേറെ 5 കൊമ്പൻ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവനും ഉണ്ടാവും ഇതുപോലെ ഒരു വിധി. അരിക്കൊമ്പനും മുറിവാലനും പോയതോടെ മതികെട്ടാനിലെ പ്രായപൂർത്തിയായ ഏക കൊമ്പനായി ചക്കക്കൊമ്പൻ മാറി. പിടിയാനക്കൂട്ടത്തിനൊപ്പം കുട്ടിക്കൊമ്പന്മാരും മേഖലയിലുണ്ട്. 2 വയസ്സു പ്രായമുള്ള കുട്ടിക്കൊമ്പനും കഴിഞ്ഞയിടെ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 177.
വിൽപ്പനയ്ക്ക് വന്നത് 37,287, വിൽപ്പന നടന്നത് 37,287. കൂടിയ വില 2,746, ശരാശരി വില 2,242. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,670 രൂപ, വെള്ളി 91. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേരളത്തിന് ആശ്വാസം. ഡാമിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. കേരളം മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിലെടുത്തത് സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണി എന്ന ശക്തമായ നിലപാട്. ഇടുക്കി ചെറുതോണി ഡാമുകളിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സന്ദർശനം നടത്തി. വൈദ്യുതി വകുപ്പിന്റെ പദ്ധതികൾക്ക് പലപ്പോഴും തടസ്സമാകുന്നത് അനാവശ്യ പരിസ്ഥിതി വാദങ്ങളെന്ന് മന്ത്രി. പദ്ധതികൾ പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം വേണമെന്നും ആവശ്യം. മൂന്നാറിൽ കോളേജ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മൂന്നാറിനെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിനൊപ്പം പ്രളയത്തിൽ തകർന്ന സർക്കാർ ആർട്സ് കോളേജ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി. മലയാളി ചിരി ക്ലബിന്റെ ആശയമായ കുഴൽക്കിണർ റീചാർജിംഗ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഭൂജല വകുപ്പിന്റെ വിദഗ്ധ സംഘം പദ്ധതിയെക്കുറിച്ച് വിശദമായി പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും. പദ്ധതിയുടെ ഏകോപനത്തിനായി ഭൂജല വകുപ്പ് ഡയറക്ടർ, ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നിവരെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.